അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി അൽ ഫായിസീന ബിറില്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഫതുഹുൽ ബാരിയിൽ വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. അതിന്റെ അവസാന ഭാഗം ഫൈനൽ എന്നോണം മഹാനവർകൾ ഖുൽതു വ യദ്ഹറു ലി ഫി തൗഫീഖി ബൈന ജമീഇ മാ ദക്കറുഹു എന്ന് പറഞ്ഞിട്ട് എല്ലാ അഭിപ്രായങ്ങളെയും യോജിപ്പിച്ചുകൊണ്ട് മഹാനവർകൾ ഒരഭിപ്രായം പറയുന്നുണ്ട്. അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നൗഷാദ് മൗലവി വായിച്ച് ചില വാക്കുകളുടെ അർത്ഥം വെക്കാതെ ചാടിക്കടന്നപ്പോൾ നമ്മൾ അത് പിടികൂടി കൃത്യമായി എന്താണ് അവിടെ പറഞ്ഞത് എന്ന് വിശദീകരിച്ചിരുന്നു. ആദ്യം അർത്ഥം വെക്കാതെ ചാടിക്കടക്കുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. പ്രത്യേകം ശ്രദ്ധിക്കാം. നിങ്ങൾ വായിച്ചതിന്റെ നേരപ്പുറത്തെ പേജ് ഏത് രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടാലും യഥാർത്ഥത്തിൽ തന്നെ കണ്ടതാരെയാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. കേട്ടില്ല, വായിക്കുന്നു, അർത്ഥം വെക്കാതെ ചാടിക്കടക്കുന്നു. അന്ന കുല്ലമൻ റആഹു ഫീ അയ്യി ഹാലത്തിൻ, ഏത് അവസ്ഥയിൽ കണ്ടാലും കാനത്ത് മിൻ ദാലിക ഫഖദ് റആഹു ഹഖീഖ എന്ന് വായിച്ചിട്ട് ഫഖദ് റആഹു ഹഖീഖത്തൻ എന്നുള്ളതിന്റെ മാന വെക്കുക. കാനത്ത് മിൻ ദാലിക എന്ന അർത്ഥം വെക്കണില്ല. അത് വെച്ചാല് ഇവന്റെ തട്ടിപ്പ് അവിടെ നടക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് വായിക്കണില്ല. ഇവന്റെ പരിപാടി എന്താ? ഏത് അവസ്ഥയിൽ കണ്ടാലും ഏത് രൂപത്തിൽ കണ്ടാലും അത് ആരെന്നെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന് വരുത്തി തീർക്കലാണ്. പക്ഷെ കാനത്ത് മിൻ ദാലിക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫി അയ്യി ഹാലത്തിൻ, ഏത് അവസ്ഥയിൽ കണ്ടാലും. കാനത്ത് എങ്ങനത്തെ അവസ്ഥയാണ്? കാനത്ത് മിൻ ദാലിക, ഈ നേരത്തെ മേലെ പറഞ്ഞതിൽ നിന്നുള്ള ഏത് അവസ്ഥയിൽ കണ്ടാലും എന്നാണ് ഫതുഹുൽ ബാരിയിലുള്ളത്. അപ്പൊ അത് പറഞ്ഞാൽ സ്വീപ്പാകും. ഏത് ഹാലത്തിൽ കണ്ടാലും എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പൊ എന്താ മേലെ ഫതുഹുൽ ബാരിയിൽ പറഞ്ഞത്? അതൊന്ന് വായിച്ചു നോക്കുക. ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഫതുഹുൽ ബാരിയുടെ 12-ാം വാള്യം 469-ാമത്തെ പേജിലാണ് ഇത് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് 464-ാമത്തെ പേജ് മുതൽ 469-ാമത്തെ പേജ് വരെ ഒരുപാട് ഇമാമിയങ്ങളുടെ അഭിപ്രായങ്ങൾ അവിടെ കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയാണ് ഖുൽതു, എന്നാൽ ഞാൻ പറയുന്നു, വ യദ്ഹറു ലി ഫി തൗഫീഖി ബൈന ജമീഇ മാ ദക്കറുഹു, മുകളിൽ പറഞ്ഞ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞതിന്റെ മുഴുവനത്തിന്റെയും ഇടയിൽ സംയോജിപ്പിച്ചുകൊണ്ട് എനിക്ക് പ്രകടമായത്, എനിക്ക് വെളിവായത്, എനിക്ക് മനസ്സിലായത് എന്ന് പറഞ്ഞിട്ട് മഹാനവർകൾ പറയാണ്, അന്നമൻ റആഹു, ആരെങ്കിലും നബി തങ്ങളെ കണ്ടാൽ, അലാ സിഫത്തിൻ, ഒരു സിഫത്തിന്റെ മേലിൽ കണ്ടു, ഔ അക്സറ, അല്ലെങ്കിൽ ഒന്നിലധികം സിഫത്തിന്റെ മേൽ കണ്ടു, അതും മിമ്മാ യഖ്തസു ബിഹി, റസൂലുള്ളാഹിനെ കൊണ്ട് ഖാസാകുന്ന സിഫത്തുകളാൽ, അങ്ങനത്തെ ഒന്നിലധികമോ സിഫത്തുകളെ കണ്ടാൽ ഫഖദ് റആഹു, അവൻ ആരെ തന്നെയാണ് കണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് കണ്ടത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്ന് പറയണമെങ്കിൽ നബി തങ്ങളെ കൊണ്ട് ഖാസായ ഒന്നിലധികമോ സിഫത്തുകൾ ഉണ്ടാവണം. എന്നിട്ട് പിന്നെ മഹാനവർകൾ പറയാണ്, വലൗ കാനത്ത് സായിറു സിഫാത്തി മുഖാലഫത്തൻ, മറ്റുള്ള സിഫത്തുകളൊക്കെ എതിരാണ്, നമ്മൾ പഠിച്ചതനുസരിച്ചല്ല ഉള്ളത്, അതൊക്കെ എതിരായിട്ടാണ് വന്നത്. എന്നാലും ശരി, ഒരു സിഫത്തുണ്ടല്ലോ, അല്ലെങ്കിൽ ഒന്നിലധികം നബിതങ്ങൾക്ക് ഖാസായ സിഫത്തുണ്ടല്ലോ, എന്നാൽ ആര് തന്നെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. വഅലാ ദാലിക, ഇതനുസരിച്ച് ഫതതഫാവതു റുയാ മൻ റആഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആളുകളുടെ സ്വപ്നം ഏറ്റ വ്യത്യാസം വരും. എന്താ കാരണം? മഹാനവർകൾ വീണ്ടും പറയണ്ടേ, നോക്കൂ, ഫമൻ റആഹു, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരാൾ കണ്ടാൽ, അലാ ഹൈഅതിഹിൽ കാമില, നബി തങ്ങളുടെ കാമിലായ രൂപത്തിന്റെ മേൽ, എല്ലാ സിഫത്തുകളും മേളിച്ച് കാമിലായ ആ രൂപത്തിന്റെ മേൽ കണ്ടാൽ ഫറുയാഉൽ ഹഖ്, അപ്പോ അത് ഹക്കായ സ്വപ്നം തന്നെയാണ്. അല്ലദീ ലാ യഹ്താജു ഇലാ തഅബീരിൻ, ഇനി അവിടെ ഒരു വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമില്ല, ഹക്കായ സ്വപ്നം തന്നെയാണ്. വഅലൈഹാ യതനസ്സലു ഖൗലുഹു, ഈ കാമിലായ ഹയ്യത്തിന്റെ മേൽ കാണുക എന്നതിന്റെ മേലിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൗല് ഇറങ്ങുക. ഫഖദ് റഅൽ ഹഖ എന്നുള്ള കൗല് ഏതടിസ്ഥാനത്തിലാ? കാമിലായ ഹയ്യത്തിന്റെ മേൽ കണ്ടാൽ ഫഖദ് റഅൽ ഹഖ, അതാണ് പറഞ്ഞത്. ഇനി ബാക്കി കേട്ടോളൂ. വ മഹ്മാ നഖസ മിൻ സിഫാത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തുകളിൽ നിന്ന് വല്ലതും കുറയുമ്പോൾ ഫയദ്ഖുലു തഅ്വീലു ബിഹസ്ബി ദാലിക, എത്രയാണോ കുറഞ്ഞത് അതിനനുസരിച്ച് തഅ്വീൽ കടന്നു വരും. അപ്പോ 4-5 സിഫത്തുകൾ കുറവുണ്ട്, എന്നാൽ അതിനനുസരിച്ച് തഅ്വീൽ ചെയ്യണം. ഒരു സിഫത്തേ കുറവുള്ളൂ, അതിനനുസരിച്ച് തഅ്വീൽ ചെയ്യണം. അല്ല, കണ്ട സ്വപ്നത്തിൽ ആകെ ഒരു സിഫത്തേ ഉള്ളൂ, ബാക്കി സിഫത്തൊന്നുമില്ല, എന്നാൽ അതിനനുസരിച്ച് തഅ്വീൽ ചെയ്യണം. ഇങ്ങനെയാണ് മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇവിടെ പറയുന്നത്.
ഇത് വായിച്ചുകൊണ്ട് ഇവിടെയും ദുർവ്യാഖ്യാനം നടത്താൻ ശ്രമിക്കുന്ന നൗഷാദിനെ നിങ്ങളൊന്ന് കേട്ടുനോക്കൂ. പൂർണ്ണമായ രൂപമല്ല, മറ്റ് രൂപമാണെങ്കിൽ അവിടെ പിന്നെ തഅബീർ വേണം. മഹ്മാനഖസമിൻ സിഫാത്തിഹി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തുകളിൽ നിന്ന് വല്ല സിഫത്തുകളും കുറയാണെങ്കിൽ അതാണ് അതിനർത്ഥം. അല്ലാതെ മറ്റു രൂപത്തിൽ വരികയാണെങ്കിൽ എന്നല്ല. എങ്ങനെ മറ്റു രൂപത്തിലാവുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ തന്നെയാണ്, അതേസമയം സിഫത്തുകൾ കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് മറ്റു രൂപത്തിൽ വന്നാൽ എന്ന് പറഞ്ഞ് അവിടെ കബളിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇബ്നു അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് എന്താണെന്ന് അറിയോ? മുകളിൽ ഇപ്പൊ നമ്മൾ രണ്ട് രൂപത്തിൽ കാണുന്നതിനെയാണ് പറഞ്ഞത്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ കാമിലായ ഹയ്യത്തിന്റെ മേൽ കാണുക, അതിനെ സംബന്ധിച്ചാണ് ഫഖദ് റഅൽ ഹഖ്ക എന്ന് പറഞ്ഞതെന്നും പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സിഫത്തുകൾ നാഖിസ് ആയിട്ട് കാണുക, സിഫത്തുകൾ കുറഞ്ഞിട്ട് കാണുക. അപ്പൊ അതിനെ സംബന്ധിച്ച് ഫഖദ് റഅൽ ഹഖ്ക എന്ന് പറയൂല എന്നാണല്ലോ മുകളിൽ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാവുക. അപ്പൊ അത് ഇബ്നു അൽ അസ്ഖലാനി തങ്ങളൊന്ന് വിശദീകരിക്കാണ്. എന്നാല് മുകളിൽ പറഞ്ഞ ഈ രണ്ട് കോലത്തിൽ നിന്നും ഏത് അവസ്ഥയില് നിങ്ങൾ റസൂലുള്ളാഹിനെ കണ്ടാലും എന്ത് പറയാൻ പറ്റും? ഹഖീഖത്തൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് പറയാൻ പറ്റും എന്ന് ഇബ്നു അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്. അതാ പറഞ്ഞ വയസിഹു സഹിയാകും, ഇത്ലാഖു പറയൽ സഹിയാകും, അന്ന കുല്ലമന്താഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ഏതൊരുത്തനും ഫി അയ്യി ഹാലത്തിൻ കാനത്ത് മിൻ ദാലിക, മുകളിൽ രണ്ട് രൂപം പറഞ്ഞു, ആ രണ്ട് രൂപത്തിൽ നിന്നുള്ളതായ ഏത് അവസ്ഥയിൽ റസൂലുള്ളാഹിനെ കണ്ട ഏതൊരുത്തനും ഫഖദ് റആഹു ഹഖീഖത്തൻ, അവൻ ഹഖീഖത്തിൽ ആരെ തന്നെയാണ് കണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ് കണ്ടത് എന്ന് പറയാൻ പറ്റും. ഇവിടെയാണ് നൗഷാദ് കാനത്ത് മിൻ ദാലിക എന്ന അർത്ഥം വെക്കാതെ ഫി അയ്യി ഹാലത്തിൻ എന്ന് വളരെ ശബ്ദത്തിൽ പറഞ്ഞ് ഏത് രൂപത്തിൽ കണ്ടാലും ഫഖദ് റആഹു ഹഖീഖത്തൻ എന്നുള്ളതിന്റെ അർത്ഥം വെച്ചിട്ട് റസൂലുള്ളാഹിനെ തന്നെയാണ് നിങ്ങൾ കണ്ടത് എന്ന് പറഞ്ഞു പറ്റിക്കാൻ നോക്കിയത്. അപ്പൊ എങ്ങനെ കണ്ടാലും എന്നല്ല ഇബ്നു അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടെ പറഞ്ഞത്. കാമിലായ ഹയ്യത്തിന്റെ മേലിൽ കണ്ടാലും അതല്ല സിഫത്തുകൾ കുറഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടാലും രണ്ട് നിലക്ക് കണ്ടാലും നമുക്ക് എന്ത് പറയാൻ പറ്റും എന്നാ പറഞ്ഞത്? ഫഖദ് റആഹു ഹഖീഖത്തൻ എന്ന് പറയാൻ പറ്റും എന്നാണ് അവിടെ വിശദീകരിച്ചത്. ഈ ഇബ്നു അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞു വെച്ച ഈ ഒരു വിഷയം നമ്മളൊക്കെ മനസ്സിലാക്കി വെച്ചാൽ ഇനി 10 കിതാബ് എന്നല്ല 100 കിതാബ് എന്ന് നൗഷാദല്ല ആര് വായിച്ചാലും അവിടെയൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാൻ പറ്റും ഫി അയ്യി ഹാലത്തിൻ കാനത്ത്, അല്ലെങ്കിൽ ഫി അയ്യി സൂറത്തിൻ കാനത്ത്, അല്ലെങ്കിൽ ഫി അയ്യി സിഫത്തിൻ കാനത്ത്, അല്ലെങ്കിൽ ഫി അയ്യി സിഫത്തിൻ കാന എന്നൊക്കെ കണ്ടാൽ അവിടെ ഏതെങ്കിലും രൂപത്തിൽ ഏത് രൂപത്തിൽ വന്നാലും എന്നല്ല അർത്ഥം. മറിച്ച് നബിതങ്ങൾക്കുള്ള ഒന്നോ ഒന്നിലധികമോ സിഫത്തുകളിലായിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കാമിലായ ഹയ്യത്തിന്റെ മേലിലോ വന്നാൽ കണ്ടാൽ എന്നാണ് എന്ന് വെച്ചു കൊടുത്താൽ മതി. ഈ ഒരു വിഷയം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നൗഷാദ് ഇതേ ഫത്ഹുൽ ബാരിയിൽ നിന്ന് തന്നെ വായിച്ച് കബളിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 10 കിതാബ് വായിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, ആ 10 കിതാബിന്റെയും അവസ്ഥ ഇതാണ്. അവിടെയൊക്കെ ഈ ഫത്ഹുൽ ബാരിയിൽ ദുർവ്യാഖ്യാനം നടത്താൻ ശ്രമിച്ച ശ്രമമാണ് 10 കിതാബിൽ നടത്തിയത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് ഓരോന്ന് നോക്കാം. 10 ഗ്രന്ഥങ്ങൾ ഞാൻ നിങ്ങളെ മുന്നിൽ വെക്കുന്നു. ഞങ്ങൾക്ക് പ്രമാണമാണ് വലുത്. അയിമ്മത്തിന്റെ വാക്കുകൾ, മശായിഖന്മാരെ സ്ഥിരീകരണങ്ങൾ. ഒന്ന് ഇമാമുൻ നബവിയാണ്. ശറഹ് മുസ്ലിമിൽ ഇമാം നബവി തങ്ങൾ പറയുകയാണ്, അന്നഹു യറാഹു ഹഖീഖ സവാഉൻ കാനത്ത് അലാ സിഫത്തിഹിൽ മഅറൂഫ ഔ ഗൈരിഹാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ അത് റസൂല് തന്നെയാണ്. സവാഉൻ കാനത്ത് അലാ സിഫത്തിഹിൽ മഅറൂഫ ഔ ഗൈരിഹാ. ഹബീബായ തങ്ങൾക്ക് അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും, അല്ലാത്ത രൂപമെന്നത് ആമായ പ്രയോഗമാണ്. ഏത് രൂപത്തിൽ കണ്ടാലുമെന്ന് രേഖപ്പെടുത്തിയ ഒന്നാമത്തെ ആൾ ഇമാമുൻ നബവിയാണ്. ഒന്നാം തരം കബളിപ്പിക്കലാണ് നൗഷാദ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അന്നഹു യറാഹു ഹഖീഖത്തൻ, തീർച്ചയായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹഖീഖത്തൻ അദ്ദേഹം കണ്ടിട്ടുണ്ട്. സവാഉൻ കാനത്ത് അലാ സിഫത്തിഹിൽ മഅറൂഫ ഔ ഗൈരിഹാ, അത് കാമിലായ ഹയ്യത്തിന്റെ മേലിൽ കാണട്ടെ, അതല്ല അങ്ങനെ അല്ലാതെ കാണട്ടെ. അത് നേരത്തെ നമ്മൾ ഫത്ഹുൽ ബാരിയിൽ നിന്ന് വായിച്ചിട്ടുണ്ട്. ഫത്ഹുൽ ബാരിയിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ, ഫഖദ് റഅൽ ഹഖ്ക എന്ന് പറയണമെങ്കിൽ തന്നെ ഹയ്യത്തുൻ കാമിലയുടെ മേൽ കാണണം. ഇനി ഹയ്യത്തുൻ കാമില ഇല്ലാതെ എങ്ങനെ കണ്ടാലും ഒന്നോ ഒന്നിലധികമോ സിഫത്തുകളുള്ള രീതിയിൽ കണ്ടാലും ഫഖദ് റഅഹു ഹഖീഖത്തൻ എന്ന് പറയാൻ പറ്റുമെന്ന് ഇബ്നു അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നേരത്തെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ മാനാക്കാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഇവിടെയും പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
അറിയപ്പെട്ട എല്ലാ സിഫത്തുകളുടെ മേലിലും ആവട്ടെ, ഔ ഗൈരിഹ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അറിയപ്പെട്ട എല്ലാ സിഫത്തുകളും ഇല്ലാതെയാവട്ടെ. എന്താണ് ഇവിടെ പറയുന്നത്? നമ്മളൊക്കെ മദ്രസകളിൽ നിന്ന് വരെ പഠിച്ചു വെച്ചിട്ടുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ളവരാണ്, അതുപോലെ നീണ്ടവരോ കുറിയവരോ അല്ല എന്ന് തുടങ്ങിയിട്ടുള്ള ആ ഒരു രൂപം. അങ്ങനെ ആ സിഫത്തുകളൊക്കെ ഉള്ള ആ രൂപത്തിൽ കണ്ടാലും അതല്ല, ആ രീതിയിലല്ല കാണുന്നത് എന്ന് പറഞ്ഞാൽ നീണ്ട ഒരാളായിട്ടാണ് കാണുന്നത്. അത് നമ്മൾ അറിയപ്പെട്ട രൂപം അല്ല. അല്ലെങ്കിൽ കുറിയ ഒരാളായിട്ടാണ് കാണുന്നത്. ബാക്കിയുള്ള സിഫത്തുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വേറെയും കുറെ സിഫത്തുകളില്ല. റസൂലുള്ളാഹി തങ്ങളുടെ കുറഞ്ഞ സിഫത്തുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഫത്തുൽ ബാരി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ മേലെ പറഞ്ഞല്ലോ. അപ്പൊ നബി തങ്ങളുടെ അറിയപ്പെട്ട രൂപമല്ലാതെ കറുത്ത നിറത്തിലാ വന്നത്. അത് നമ്മളെ അറിയപ്പെട്ട രൂപമല്ലല്ലോ. അപ്പൊ അത് അറിയപ്പെട്ട രൂപമല്ലാത്ത രീതിയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നത്. അവിടെ മറ്റു സിഫത്തുകളൊന്നുമില്ല, ഒരൊറ്റ സിഫത്ത് വെച്ചിട്ടില്ല, ഏതെങ്കിലും ഒരു രൂപത്തിൽ കണ്ടാലേ എന്നൊന്നല്ല അർത്ഥം. അങ്ങനെ ഉണ്ടാവൂല. അങ്ങനെ സംഭവിച്ചാൽ അതിന് ഹഖീഖത്തൻ എന്ന് പറയൂല. നമ്മൾ നേരത്തെ ഫത്തുൽ ബാരിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ സിഫത്തുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുമെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെയും ഉണ്ടാവണം. അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ആ രൂപത്തിലാണ് വരിക, എന്നാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്ന അർത്ഥത്തിനല്ല. ഇവിടെ നൗഷാദ് മൗലവി കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു കിതാബിന്റെ അവസ്ഥ. ഇനി രണ്ടാമത്തെ നോക്കുക. 2 ഫത്ഹുൽ ബാരി മഹാനായ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി മഹാൻ പറയാണ്, അന്നഹു യറാഹു ഹഖീഖത്തൻ ഫിൽ ഹാലൈൻ. ഏതായി ഹാലൈൻ? നമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിൽ കണ്ടാലും അല്ലാത്ത രൂപത്തിൽ കണ്ടാലും യഥാർത്ഥത്തിൽ കണ്ടത് മുത്തുനബിയെ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാകിൻ ഫിൽ ഊല തകൂനു റുഅയ മിമ്മാ ലാ യഹ്താജു ഇലാ തഅബീർ. ആദ്യത്തെ സ്ഥലത്ത് പഠിച്ച രൂപത്തിൽ കാണുമ്പോൾ വ്യാഖ്യാനം ആവശ്യമില്ല. ഫത്താനിയത്തു മിമ്മാ യഹ്താജു ഇലാ തഅബീർ. രണ്ടാമത്തെ രൂപത്തിലോ അവിടെ വ്യാഖ്യാനത്തിലേക്ക് ആവശ്യമുണ്ട്. രണ്ടാമത്തത് ഫതുഹുൽ ബാരിയിൽ നിന്നാണ് വായിക്കുന്നത്. എന്താ പറയുന്നത്? അന്നഹു യറാഹു ഹഖീഖത്തൻ. അയാള് റസൂലുള്ളാഹിനെ തന്നെയാണ് കണ്ടത്. ഫിൽ ഹാലൈനി, 2 അവസ്ഥയിലും. 2 അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് പഠിച്ച രൂപത്തിൽ കാണുമ്പോഴും അല്ലാത്ത രൂപത്തിൽ കാണുമ്പോഴും. അത് നേരത്തെ നമ്മൾ വിശദീകരിച്ചത് തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി തന്നെ ഫതുഹുൽ ബാരിയിൽ 469 പേജിൽ പറഞ്ഞത് നമ്മൾ പറഞ്ഞില്ലേ? അതന്നെയാണ് ഈ പറഞ്ഞത്. അതാണ് ശേഷം പറയുന്നതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും. എന്താ പറയുന്നത്? ലാക്കിൻ ഫിൽ ഊല, പക്ഷെ ഒന്നാമത്തെ രൂപത്തിൽ പഠിച്ച രൂപത്തിലാണ് റസൂലുള്ളാഹിനെ കാണുന്നത് എങ്കിൽ തകൂനു റുഅയ മിമ്മാ ലാ യഹ്താജു ഇലാ തഅബീർ. അപ്പം ആ സ്വപ്നം ഏതിലേക്ക് ആവശ്യമില്ല? തഅബീറിലേക്ക് ആവശ്യമില്ല. അതാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി 469 പേജിൽ പറയുന്നത്. ഫമൻ റആഹു അലാ ഹൈഅതിൽ കാമില ഫറുഅയാഉൽ ഹഖ് അല്ലദി ലാ യഹ്താജു ഇലാ തഅബീർ. കണ്ടില്ലേ? തഅബീറിലേക്ക് ആവശ്യമില്ല, അത് ഹക്കായ സ്വപ്നമാണ്. എങ്ങനെ കണ്ടാല്? അവിടുത്തെ കാമിലായ ഹയ്യത്തിന്റെ മേൽ കണ്ടാൽ. അതന്നെയാണ് ഇവിടെ പറയുന്നത്. ലാകിൻ ഫിൽ ഊല തകൂനു റുഅയ മിമ്മാ ലാ യഹ്താജു ഇലാ തഅബീർ. ഇനി വസാനിയ, രണ്ടാമത്തതിൽ ആ സ്വപ്നമാകും. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചറിഞ്ഞ ആ രൂപം അല്ലാത്ത രൂപത്തിലാണ് കണ്ടത്, എന്നാൽ ആ സ്വപ്നമാകും മിമ്മാ യഹ്താജു ഇലാ തഅബീർ, തഅബീറിലേക്ക് ആവശ്യമാകുന്ന സ്വപ്നമാകും. അതാണ് നേരത്തെ നമ്മൾ വായിച്ചത്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ, വമഹ്മാ നഖസ മിൻ സിഫാത്തിഹി ഫയദ്ഖുലു തഅബീർ ബിഹസ്ബി ദാലിക. അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒന്നോ ഒന്നിലധികമോ സിഫത്തുകൾ ഉള്ളതായിട്ടാണ് കണ്ടത്. അപ്പോൾ തന്നെ സിഫത്തുകൾ കുറയുമ്പോൾ ആ കുറയുന്നതിനനുസരിച്ച് അവിടെ തഅബീർ കടന്നു വരും. അതാണ് ഇവിടെയും പറയുന്നത്. രണ്ടാമത്തെ രൂപത്തില് പഠിച്ച സിഫത്ത് അനുസരിച്ചല്ല കണ്ടത് എങ്കിൽ അവിടെ തഅബീർ വരും എന്ന് പറഞ്ഞാൽ അവിടെ സിഫത്ത് തീരെ നബി തങ്ങൾക്കില്ലാന്നല്ല, സിഫത്തുകൾ കുറവാണ്. അപ്പൊ അവിടെ തഅബീർ വരും. ഇതാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടെയും പറയുന്നത്. ഇനി മൂന്നാമത്തെ കിതാബ് നോക്കൂ. ഇനി മൂന്നാമത് ഫതുൽ ബാരിയിൽ തന്നെ മഹാനായ ഇമാം ത്വീബിയുടെ കലാം അവിടെ കൊണ്ടുവരികയാണ്. ശാഫിഈ മദ്ഹബിലെ പ്രധാനിയല്ല ഇമാം ത്വീബി. എന്താ പറഞ്ഞത്? അൽ മഅന, ഹദീസിന്റെ മഅന, മർആനി ഫിൽ മനാമി ബിഅയ്യി സിഫത്തിൻ കാനത്ത്. എന്താ ഇമ്മത്തിന്റെ വാക്കുകൾ? ഏത് വിശേഷണങ്ങളിൽ കണ്ടാലും ഫല്യസ്തബ്ശിർ, അവൻ സന്തോഷിക്കട്ടെ. വയഅലം അന്നഹു ഖദ് റഅ റുയൽ ഹഖ് അല്ലതി ഹിയ മിനല്ലാഹ്, ഈ സ്വപ്നം റബ്ബിൽ നിന്നാണെന്ന് അവൻ ഉറപ്പിക്കട്ടെ. ലൽ ബാതിൽ അല്ലദീ ഹുവൽ ഹുൽം, അത് പേക്കിനാവുകളല്ല. ഇമാം ത്വീബിയുടെ പ്രസ്താവന ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ കൊണ്ടുവരുന്നു. എന്താ കാട്ടുവളപ്പിൽ നൗഷാദിന്റെ വായനയും അർത്ഥം വെക്കലും? ബിഅയ്യി സിഫത്തിൻ കാനത്ത്, ഏത് വിശേഷണങ്ങളിൽ കണ്ടാലും. ഏത് വിശേഷണങ്ങളിൽ എന്ന് പറഞ്ഞാൽ അത് ആരെ വിശേഷണ മൗലവി? ആരെങ്കിലും വിശേഷണം കണ്ടാൽ മതിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഏത് വിശേഷണത്തിൽ കണ്ടാലും, അതല്ലേ അതിന്റെ അർത്ഥം?
അതിനല്ലേ ബി അയ്യ സിഫത്തിൻ കാനത്ത് എന്ന് പറഞ്ഞത്. ഏത് സിഫത്തിൽ കണ്ടാലും എന്താണെങ്കിൽ ഫി അയ്യ സിഫത്തിൻ എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാ ഒരു കാനത്ത് അവിടെ കൊടുത്തത്? നബിതങ്ങൾക്കുണ്ടായിരുന്ന ഏത് സിഫത്തിൽ കണ്ടാലും, അതാണ് അതിന്റെ അർത്ഥം. ബഹുമാനപ്പെട്ട തീബി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, അൽ മാന, ഈ ഹദീസിന്റെ മാന, മൻ റആനി, എന്നെ ആരെങ്കിലും കണ്ടാൽ, ഫിൽ മനാമി, സ്വപ്നത്തിൽ കണ്ടാൽ, ബി അയ്യ സിഫത്തിൻ കാന, നബിതങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏത് സിഫത്തിൽ കണ്ടാലും ഫല്യസ്തബ്ശിർ, അവൻ എന്താക്കട്ടെ, സന്തോഷിച്ചു കൊള്ളട്ടെ എന്നാണ് അതിന്റെ അർത്ഥമെന്നാണ് തീബി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതാണ് ഇബ്നു അൽ അസ്കലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കൊണ്ടുവന്നത്. ഇതൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ അവസാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഞാൻ വായിച്ചത്, ഖുൽതു വയദ്ഹറുലി എന്ന് പറഞ്ഞല്ലോ. ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ സിഫത്ത് ഉള്ള രൂപത്തിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് തന്നെ. എന്നിട്ട് ഏത് വിശേഷണത്തിൽ കണ്ടാലും എന്ന് പറഞ്ഞിട്ട് വെറുതെ ആളുകളെ കബളിപ്പിക്കുകയാണ്. ഇതാണ് മൂന്നാമത്തതിന്റെ കോലം. ഇനി നാലാമത്തത് വായിക്കട്ടെ. നാലാമത്തത് പിടിച്ചോ, അദ്ദീബാത്ത് അലാ സഹീഹ് മുസ്ലിം, ഇമാം സുയൂത്തിയുടെ സഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനം. അതിൽ കാണാം, അന്നഹു യറാഹു ഹഖീഖ സവാഉൻ കാന അലാ സിഫത്തിഹിൽ മഅറൂഫ ഔ ഗൈരിഹാ. ഹബീബായ തങ്ങളുമായി ബന്ധപ്പെട്ട് സ്വപ്നം കണ്ടാൽ കണ്ടത് റസൂലിനെ തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അറിയപ്പെട്ട രൂപത്തിൽ കണ്ടാലും അല്ലെങ്കിലും. ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ അദ്ദീബാജി എന്ന് പറയുന്ന കിതാബിൽ നിന്ന് എന്താ പറയുന്നത്? അന്നഹു യറാഹു ഹഖീഖത്തൻ, അവര് ഹഖീഖത്തിൽ നബി തങ്ങളെ തന്നെയാണ് കണ്ടത്. സവാഉൻ കാന അലാ സിഫത്തിഹിൽ മഅറൂഫ ഔ ഗൈരിഹാ, നബി തങ്ങൾക്കുള്ള അറിയപ്പെട്ട എല്ലാ സിഫത്തുകളുടെ മേലിലും ആവട്ടെ, ഔ ഗൈരിഹാ, അല്ലെങ്കിൽ അറിയപ്പെട്ട എല്ലാ സിഫത്തുകളും ഇല്ലാതെ ആവട്ടെ. ഇത് നമ്മൾ നേരത്തെ സറഹ് മുസ്ലിമിൽ നിന്ന് പറഞ്ഞത് ഒന്നാമത്തെ കിതാബായിട്ട് നമ്മൾ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഇനി അഞ്ചാമത്തത് നോക്കുക. അഞ്ചാമത്തെ കിതാബ് ജംഉൽ വസായിൽ ഫീ ശറഹി ശമാഇൽ, മഹാനരായ ഇമാം മുല്ല അലിയുൽ ഖാരി തങ്ങളുടെ ഗ്രന്ഥം. അന്ന ശൈത്വാന ലാ യഖ്ദിറു അൻ യതമസ്സല ബിസൂറത്തിഹി, ആദ്യം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ രൂപാന്തരപ്പെട്ട് വരാൻ കഴിയില്ല പിശാചിന്. ഇനി കേട്ടോ, വലാ അൻ യതശക്കല ബിസൂറത്തിഹി, പിശാച് അവന്റെ രൂപത്തിൽ തന്നെ രൂപാന്തരപ്പെടുക. എന്നിട്ട് വയതഖയ്യല ഇല റായി, കാണുന്ന ആളുടെ മനസ്സിൽ തോന്നിപ്പിക്കുക, അന്നഹാ സൂറത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇത് റസൂലുള്ളാഹിന്റെ രൂപമാണ് എന്ന് തോന്നിപ്പിക്കുക. അതിനും കഴിയില്ല. നീ എങ്ങനെ ഒരു പറയേണ്ടി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറിജിനൽ രൂപത്തിൽ കഴിയില്ല എന്ന് മാത്രമല്ല, പിശാചിന് ഏത് രൂപത്തിൽ രൂപാന്തരപ്പെടാലോ. അങ്ങനെ രൂപാന്തരപ്പെട്ട് ഉറങ്ങിക്കിടക്കുന്ന ആളുടെ കൽബിലേക്ക് ഇത് റസൂലാണ് എന്ന ആശയം ഇട്ടുകൊടുക്കുക, തോന്നിപ്പിക്കുക. അതിനും കഴിയില്ല. ഫലഹ്തിയാജ ലിമൻ റഅ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം ബിഅയ്യി സൂറത്തിൻ കാനത് അൻ യുഅബ്ബിറ ഹാദാ വയظن അന്നഹു ശൈഉൻ ആഖർ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടരാക്ക് ഇത് വേറൊരാളാണ് എന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. വഇൻ റആഹു ബിഗൈരി സൂറത്തിഹി ഫീ ഹയാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് ഉള്ള രൂപമല്ലാതെ കണ്ടാലും. എത്ര കൃത്യമാണ് മുല്ലാ അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ജംഉൽ വസായിലിൽ പറഞ്ഞത്. ഏത് രൂപത്തിൽ വന്നാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നല്ല, അവിടെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നിട്ട് ശൈത്താനെ ഏത് രൂപത്തിലും രൂപപ്പെടാൻ കഴിയല്ലോ. അപ്പൊ ശൈത്താന്റെ ഏതെങ്കിലും ഒരു രൂപത്തിൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് തോന്നിപ്പിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ് കബളിപ്പിക്കുകയാണ്. എന്താ അവിടെ പറയുന്നത്? ലി അന്ന ശൈത്വാന ലാ യഖ്ദിറു അൻ യതമസ്സല ബിസൂറത്തിഹി, കാരണം ശൈത്താന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ രൂപാന്തരപ്പെടാൻ സാധ്യമല്ല, അതിന് കഴിയൂല. വലാ അൻ യതശക്കല ബിസൂറത്തിഹി, ശൈത്താന്റെ തന്നെ രൂപത്തിൽ വരിക, അതിനും കഴിയൂല. അവിടെ ബിസൂറത്തിഹി എന്നാ പറഞ്ഞേ, ശൈത്താന്റെ തന്നെ രൂപത്തിൽ വരിക. അതാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങള് അവിടുത്തെ കിതാബിൽ പറയുന്നുണ്ട്, വഅൻ യതശക്കല ബിസൂറത്തി നഫ്സിഹി, ശൈത്താന്റെ തന്നെ രൂപത്തിൽ വരിക. ഇൻഷാ അല്ലാഹ് അതിനുശേഷം നൗഷാദി 7ാമത്തെ കിതാബായിട്ട് വായിച്ചിട്ടുണ്ട്, അവിടെ ഞാൻ പറയും. അപ്പൊ ശൈത്താന്റെ തന്നെ രൂപത്തിൽ വരിക. എന്നിട്ടോ വഅൻ യതഖയ്യല ഇല റായി, കാണുന്ന ആളിലേക്ക് ശൈത്താൻ തോന്നിപ്പിക്കുക, അന്നഹാ സൂറത്തുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ശൈത്താന്റെ സൂറത്തുണ്ടല്ലോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂറത്താണ് എന്ന് തോന്നിപ്പിക്കുക. അതിനും കഴിയൂല. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ശൈത്താന് ഏതെങ്കിലും ആളുകളുടെ രൂപത്തിൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് തോന്നിപ്പിക്കാന്നല്ല പറഞ്ഞത്. ശൈത്താന്റെ തന്നെ രൂപത്തിൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് തോന്നിപ്പിക്കാൻ ശൈത്താന് കഴിയൂല. എന്നിട്ട് പറയുന്നു, ഫലഹ്തിയാജ ലിമൻ റഅ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാമി ബിഅയ്യി സൂറത്തിൻ കാനത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏത് സൂറത്ത് കൊണ്ട് സ്വപ്നത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ഒരാൾക്ക് ആവശ്യമില്ല അൻ യുഅബ്ബിറ ഹാദാ വയظن അന്നഹു ശൈഉൻ ആഖർ, അതിനെ തഅബീർ ചെയ്ത് മറ്റൊരു വസ്തുവാണ് കണ്ടത് എന്ന് വരുത്തി തീർക്കേണ്ട ആവശ്യമില്ല.
എന്നിട്ട് പറയാണ് വഇൻ റആഹു ബിഗൈരി സൂറത്തിഹി ഫി ഹയാത്തിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്തുള്ള സൂറത്ത് അല്ലാത്തത് കൊണ്ടാണെങ്കിലും ശരി. എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹയാത്ത് കാലത്തുള്ള നബിതങ്ങളുടെ സൂറത്തല്ല നബിതങ്ങൾ കുറിയവരായിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ നീണ്ടവരായിരിക്കുക എന്നത്, അല്ലെങ്കിൽ അവിടുത്തെ നിറം മാറ്റം കറുത്ത നിറത്തിലാവുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തിലുള്ള സൂറത്തല്ല. അത്തരം രൂപങ്ങളിലാണ് നബി തങ്ങളെ കണ്ടത് എങ്കിലും ശരി അവിടെ അത് മറ്റൊരു വസ്തുവാണ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇതാണ് മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ജമുൽ വസായിൽ പറയുന്നത്. ഇവിടെ എവിടെയാണ് മറ്റൊരാളുടെ രൂപത്തിൽ ശൈത്താൻ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് തോന്നിപ്പിക്കാൻ കഴിയൂല എന്ന് എവിടെയാണ് ഈ കിതാബിലുള്ളത്? പറയുന്നതൊന്നും എന്നിട്ട് അതിന് തെളിവായി കൊണ്ടുവരുന്നത് മറ്റൊന്നും. ഈ രീതിയിൽ കബളിപ്പിക്കുകയാണ്. ഇനി ആറാമത്തത് നൗഷാദ് മൗലവി തന്നെ പറയട്ടെ. ഇനി ആറാമത്തെ കിതാബ് മഹാനായ ഹാഫിദുൽ മുനാദിയുടെ ഫൈദുൽ ഖദീർ. അവர்கள் പറയുന്നത് വദാഹിറുൽ ഹദീസ് അന്ന റുയാഉ സ്വഹീഹ വഇൻ കാന അലാ ഗൈരി സിഫത്തിഹിൽ മഅറൂഫ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിച്ചറിഞ്ഞ രൂപത്തിലല്ലാതെ കണ്ടാലും അത് ശരിയായ സ്വപ്നമാണ്. കണ്ടില്ലേ നിങ്ങൾ? അതാണ് ഇമാം ഹാഫിദുൽ മുനാദിയുടെ ഫൈദുൽ ഖദീർ. എന്താണ് ഹാഫിദുൽ മുനാദി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തെ അറിയപ്പെട്ടതായ സിഫത്ത് അല്ലാത്ത രൂപത്തിൽ കണ്ടാലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ ഏതെല്ലാം കിതാബുകൾ വായിച്ചോ അതിലൊക്കെ പറഞ്ഞത് തന്നെയാണ് മുനാവി തങ്ങളും പറയുന്നത്. നമ്മൾ നേരത്തെ ഇബ്നു അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരുടെ ഫത്ഹുൽ ബാരിയിൽ നിന്ന് വായിച്ചില്ലേ? അത് തന്നെയാണ് ഹാഫിദുൽ മുനാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും പറയുന്നത്. എന്താ? വല്ലാഹിറുൽ ഹദീസ്, ഈ ഹദീസിന്റെ ലാഹിറാകുന്നത് അന്ന റുയാഹു സഹീഹത്തുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടു എന്നുള്ള ആ സ്വപ്നം സഹീഹാണ്. വഇൻ കാന അലാ ഗൈരി സിഫത്തിഹിൽ മഅറൂഫ, അത് നബി തങ്ങളുടെ നമ്മൾ പഠിച്ചറിഞ്ഞതായ ആ സിഫത്ത് അല്ലാത്തതിന്റെ മേലിലാണെങ്കിലും ശരി. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചറിഞ്ഞ സിഫത്താണ് അവിടുന്ന് കുറിയവരോ നീണ്ടവരോ അല്ല എന്ന്, അല്ലെങ്കിൽ അവിടുന്ന് ചുവപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ആളാണ് എന്ന്. ഈ സിഫത്ത് അല്ലാത്ത സിഫത്തിന്റെ മേലിൽ വരിക. അപ്പോ കുറിയതായിട്ടാ വന്നത്, അല്ലെങ്കിൽ നീണ്ടവരായിട്ടാ വന്നത്, അല്ലെങ്കിൽ ഒരു കറുത്ത നിറത്തിലാണ് വന്നത്. ഇങ്ങനെ വന്നാൽ അത് ആര് തന്നെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അവിടെയൊക്കെ ഏതുണ്ടാകും? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നോ ഒന്നിലധികമോ സിഫത്തുകൾ അവിടെ ഉണ്ടാകും. അത് നേരത്തെ ഇബ്നു അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ? ആ രീതിയിലാണ് എങ്കിലും ശരി കണ്ടത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തന്നെയാണ്. ഇതാണ് ഹാഫിദുൽ മുനാവി തങ്ങൾ അവിടുത്തെ ഫൈദുൽ ഖദീറിൽ പറയുന്നത്. ഇനി ഏഴാമത്തത് നൗഷാദ് തന്നെ പറയട്ടെ. ഇനി കേട്ടോ ഏഴാമത്തെ കിതാബ് മഹാനായ യൂസുഫിന്റെ ബഹാനി തങ്ങളുടെ സഅദത്തുദ്ദാറൈൻ ഫി സ്വലാത്തി അലാ സയ്യിദിൽ കൗനൈൻ. അവിടെ നമ്മൾ വായിച്ച അതേ ഇബാറത്ത് لا يقدر أن يتمثل بصورته صلى الله عليه وسلم ويتشكل بها ولا أن يتشكل بصورة نفسه. കണ്ടോ? ബിസൂറത്തി നഫ്സിഹി, പിശാചിന്റെ രൂപത്തിൽ തന്നെ പിശാച് വരിക. പിശാചിന് ഏത് രൂപം സ്വീകരിക്കാലോ. എന്നിട്ട് വയതഖയ്യല ഇല റായി, കാണുന്ന ആൾക്ക് തോന്നിപ്പിക്കുക അന്നഹു സ്വല്ലല്ലാഹു അലൈഹി സൂറത്തുഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ സൂറത്താണ്, രൂപമാണ് എന്ന് തോന്നിപ്പിക്കുക. ഇതും നടക്കൂല. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ സഅദത്തുദ്ദാറൈൻ എന്ന കിതാബിൽ നേരത്തെ മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ജംഉൽ വസായിൽ പറഞ്ഞ അതേ വിഷയം എന്താ പറയുന്നത്? ലാ യഖ്ദിറു അൻ യതമസ്സല ബിസൂറത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയതശക്കല ബിഹാ വലാ അൻ യതശക്കല ബിസൂറത്തി നഫ്സിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ രൂപാന്തരപ്പെടാൻ ശൈത്താന് കഴിയൂല എന്ന് മാത്രമല്ല, വലാ അൻ യതശക്കല ബിസൂറത്തി നഫ്സിഹി, ശൈത്താന്റെ സ്വന്തം സൂറത്തിൽ, ശൈത്താന്റെ തന്നെ രൂപത്തിൽ വരിക, അങ്ങനെയും വരാൻ സാധിക്കൂല. അവിടെ ചെറിയൊരു കബളിപ്പിക്കല്, ശൈത്താൻ ഏത് രൂപത്തിലും വരാലോന്ന്. ശൈത്താൻ ഏതെങ്കിലും രൂപത്തിൽ വരുന്നതിനെ പറ്റിയല്ല. ബിസൂറത്തി നഫ്സിഹി, ശൈത്താന്റെ തന്നെ രൂപത്തിൽ വരികയാണ്, അല്ലാതെ മറ്റൊരാളുടെ രൂപത്തിൽ വരില്ല. ഇതന്നെയാണ് മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളും പറഞ്ഞത്. വേറെ ഒരാളുടെ രൂപത്തിൽ വരുന്നതിനെ സംബന്ധിച്ചല്ല പറയുന്നത്. ശൈത്താന്റെ തന്നെ സൂറത്തിൽ വരിക, അതാ ബി നഫ്സിഹി എന്ന് പറഞ്ഞത്. എന്നിട്ടോ വയതഖയ്യല ഇല റായി അന്നഹാ സൂറത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കാണുന്ന ആൾക്ക് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപമാണ് എന്ന് തോന്നിപ്പിച്ചു കൊടുക്കുക. അതിനും ശൈത്താൻ കഴിയൂല. ഇതാണ് ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ സഅദത്തുദ്ദാറൈൻ എന്ന കിതാബിൽ പറയുന്നത്. ഇവിടെയും കബളിപ്പിച്ചതാണ്, നല്ലോണം ശ്രദ്ധിക്കുക. ഇനി എട്ടാമത്തെ കിതാബ് നൗഷാദ് പറയട്ടെ. ഇനി കണ്ടോ, മഹാനരായ ശൈഖുൽ ഇസ്ലാം യൂസുഫ് തങ്ങളുടെ നജാഹുൽ ഖാരി എട്ടാമത്തെ കിതാബ്. അതിലെന്താ പറഞ്ഞ്?
لا يقدر أن يتمثل بصورته وأن يخيل للرائي أنه صورته صلى الله عليه وسلم. ഹബീബായ തങ്ങളുടെ രൂപത്തിൽ രൂപാന്തരപ്പെടാനും കഴിയില്ല. പിശാച് കാണുന്ന ആൾക്ക് ഇത് റസൂലാണെന്ന് തോന്നിപ്പിക്കാനും കഴിയില്ല. ബഹുമാനപ്പെട്ട അല്ലാമ യൂസുഫ് സാദ റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ നജാഹുൽ ഖാരി എന്ന കിതാബിൽ പറയുന്നു, ലാ യഖ്ദിറു അൻ യതമസ്സല ബിസൂറത്തിഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂറത്തിൽ രൂപാന്തരപ്പെടാൻ ശൈത്താൻ കഴിയൂല. വഅയ്യുഖയ്യില ലിർറായി അന്നഹു സൂറത്തുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൂറത്താണ് എന്ന് തോന്നിപ്പിക്കാനും ശൈത്താൻ കഴിയൂല. അപ്പൊ ശൈത്താൻ മറ്റൊരാളുടെ രൂപത്തിൽ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് തോന്നിപ്പിക്കാൻ പറ്റൂലേ? അതിനെപ്പറ്റി ഇതിൽ ചർച്ചയില്ല. അതേസമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ രൂപാന്തരപ്പെട്ടു വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണോ എന്ന് തോന്നിപ്പിക്കാനും ശൈത്താൻ കഴിയൂല. ഇനി 9ാമത്തെ കിതാബ് നൗഷാദ് പറയട്ടെ. ഒന്നുകൂടി 9ാമത്തെ കിതാബ് ബുഖാരിയുടെ വ്യാഖ്യാനം അൽ കൗസറുൽ ജാരി, അഹ്മദ് ഇബ്നു ഇസ്മാഈലുൽ ഖൗറാനി തങ്ങൾ മഹാൻ പറയാണ്, വലാ യഖ്ദിറു, പിശാചിന് കഴിയില്ല, അൻ യഖൂൽ, പറയാൻ, അന റസൂലുള്ളാഹ്, ഞാൻ റസൂലാണെന്ന് പറയാൻ കഴിയില്ല, ഫി അയ്യി സൂറത്തിൻ ഖാൻ, അതേത് രൂപത്തിൽ വന്നാലും. ബുഖാരിയുടെ ശറഹാണത്. എല്ലാ സ്ഥലങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കിതാബാണിത്. അഹ്മദുൽ ഖവറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ അൽ കൗസറുൽ ജാരി എന്ന കിതാബിൽ പറയുന്നത് എന്താ പറയുന്നത്? വലാ യഖ്ദിറു അൻ യഖൂല അന റസൂലുള്ളാഹ്, ശൈത്താൻ വന്നിട്ട് അന റസൂലുള്ളാഹ് എന്ന് പറയാനും ശൈത്താൻ കഴിയൂല. ഫി അയ്യി സൂറത്തിൻ കാന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏത് സൂറത്തിലായിട്ടും അന റസൂലുള്ളാഹ് എന്ന് ശൈത്താൻ പറയാൻ കഴിയൂല. അതാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഏത് സൂറത്തിൽ വന്നിട്ടും എന്ന് എവിടുന്ന് കിട്ടി മൗലവി? ഫി അയ്യ സൂറത്തിൻ എന്ന് മാത്രമേ ഉള്ളൂ. എന്താ അവിടെ കാന എന്ന് കൊണ്ടുവന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതാ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടായിരുന്ന ഏത് സൂറത്തിലായിട്ടും. നബി തങ്ങൾക്ക് ഒരുപാട് സൂറത്ത് ഉണ്ടായിട്ടില്ലേ? അത് ഇതിന്റെ ശേഷം അവിടെ വിശദീകരിക്കുന്നുണ്ടല്ലോ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷാബായിട്ട്, ഷെയ്ഖായിട്ട്, ഇങ്ങനെ ഏത് സൂറത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള ഏത് സൂറത്തിലായിട്ടും ശൈത്താന് വന്നിട്ട് ഞാൻ റസൂലാണ് എന്ന് പറയാൻ സാധ്യമല്ല. ഇതാണ് അഹ്മദുൽ ഖവറാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത്. അവിടെ നല്ല കബളിപ്പിക്കൽ നടത്താൻ ശ്രമിക്കുകയാണ്. ഇനി 10ാമത്തെ കിതാബ് നൗഷാദ് തന്നെ പറയട്ടെ. 10ാമത്തെ കിതാബ് മഹാനരായ സയ്യിദി അഹ്മദ് ഇബ്നുൽ മുബാറക് തങ്ങൾ അവിടുത്തെ ശൈഖായ അബ്ദുൽ അസീസ് ദബ്ബാഗ് തങ്ങളുടെ കൗലുദ്ധരിച്ചു കൊണ്ടുവന്ന കിതാബുൽ ഇബ്ലീസ്, വലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹൂറുൻ ഫീ സുവരിൻ നുഹർ, ഒരുപാട് രൂപത്തിൽ റസൂലുള്ളാഹിക്ക് വെളിവാകാൻ പറ്റും. വഹിയ സുവറു അദദിൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാ മുർസലീങ്ങളുടെ അദദിൽ ഔലിയാഇ മിൻ ഉമ്മത്തിഹി മിൻ ലദുൻ സമാനിഹി ഇലാ യൗമിൽ ഖിയാമ, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുതൽ ഖിയാമത്ത് നാൾ വരെ വരുന്ന എല്ലാ ഔലിയാക്കന്മാരെയും രൂപത്തിൽ വരാം. അടുത്തത് കിതാബുൽ ഇബ്ലീസ്. എന്താ അതിൽ പറയുന്നത്? വലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹൂറുൻ ഫീ സുവരിൻ ഉഖർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മറ്റു രൂപങ്ങളിലും പ്രകടമാകാൻ കഴിയും. വഹിയ, ഏതാണ് ആ രൂപം? സുവറു അദദിൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാ മുർസലീങ്ങളുടെ രൂപം എന്നല്ല, അദദിൽ അംബിയാഇ വൽ മുർസലീൻ. ഇവിടെ കാട്ടുവളപ്പിൽ നൗഷാദ് പറയുന്നത് അംബിയാ മുർസലീങ്ങളുടെ രൂപത്തില് എന്നാണ്. അങ്ങനെയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ളത് സുവറു അദദിൽ അംബിയാഇ വൽ മുർസലീൻ, അംബിയാ മുർസലീങ്ങളുടെ എണ്ണത്തിന്റെ രൂപം. വഅദദിൽ ഔലിയാഇ മിൻ ഉമ്മത്തിഹി മിൻ ലദുൻ സമാനിഹി ഇലാ യൗമിൽ ഖിയാമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് നബി തങ്ങളുടെ കാലം മുതൽ ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന ഔലിയാക്കൾ, അവരുടെ എണ്ണത്തിന്റെ രൂപവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ട്. അത്രയും രൂപങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രകടമാകും എന്നാണ് ഇതിൽ പറയുന്നത്. എന്തിനാണ് ഇപ്പൊ ഈ കിതാബുൽ ഇബ്ലീസ് ഇവിടെ വായിച്ചത്? ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ഒരിക്കലും ശൈത്താൻ രൂപാന്തരപ്പെടാൻ കഴിയില്ല. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒന്നിലധികമോ സിഫത്തുള്ളതായ നിലയിൽ ശൈത്താൻ രൂപപ്പെട്ട് ഞാൻ റസൂലാണെന്ന് പറയാനോ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് ബോധിപ്പിക്കാനോ ശൈത്താൻ കഴിയൂല. അതിനുവേണ്ടിയാ 10 കിതാബ് ഉദ്ധരിച്ചത്. ഈ 10ാമത്തെ കിതാബിൽ അതുമായി ബന്ധപ്പെട്ട് എന്താ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപമില്ലാതെ, അവിടുത്തെ ഒരു സിഫത്തുമില്ലാതെ ശൈത്താൻ മറ്റേതെങ്കിലും രൂപത്തിൽ വന്ന് ഞാൻ റസൂലാണെന്ന് പറയാൻ കഴിയില്ല എന്ന് ഈ 10ാമത്തെ കിതാബ് കൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ വായിച്ച 10 കിതാബുകളിൽ നിന്ന് ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ട് കാട്ടുവളപ്പിൽ നൗഷാദിനെ സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ കിതാബിലും കബളിപ്പിക്കാനും
തിരിമറി നടത്താനും ദുർവ്യാഖ്യാനം നടത്താനും ശ്രമിച്ചു എന്നല്ലാതെ എവിടെയാണ് ഞാൻ പറഞ്ഞതുപോലെ ഒരു ഇബാറത്ത് ഈ 10 കിതാബിൽ കാണിച്ചു തരാൻ? 10ൽ നിന്ന് ഏതെങ്കിലും ഒരു കിതാബിൽ കാണിച്ചു തരാൻ നൗഷാദിന് സാധിക്കുമോ? ഒരിക്കലും കഴിയൂല. ഇമാമിയങ്ങൾ പഠിപ്പിച്ച ആശയമല്ല നൗഷാദ് മൗലവിയുടെ പ്രചരിപ്പിക്കുന്നത്. ഏതോ ആളുകളിൽ നിന്ന് നിർദ്ദേശം കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണുന്നതുമായി ബന്ധപ്പെട്ട് ഇമാമിയങ്ങൾ എന്താണോ ഇവിടെ പഠിപ്പിച്ചത് അതിന് വിരുദ്ധമായിട്ടാണ് ഈ കുരുവട്ടൂരികൾ പ്രചരണം നടത്തുന്നത്. അതുകൊണ്ട് ഒരിക്കലും അത്തരം വ്യാജ പ്രചരണങ്ങളിൽ നമ്മൾ പെട്ടുപോകരുത്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.